ആ 10 ദിവസങ്ങളിലെ അമൽ ജിഹാദിനേക്കാൾ വിലപ്പെട്ടതാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായ ദീനിൻ്റെ വഴിയിൽ ധർമ്മസമരം ചെയ്യുക, ജീവൻ പോലും ബലി കൊടുക്കാൻ സന്നദ്ധനായി ചെയ്യുന്ന ജിഹാദുണ്ടല്ലോ, ആ ജിഹാദിനേക്കാൾ വിലപ്പെട്ടതായി മാറുന്ന ഒരു 10 ദിനമായി 10 രാവുകളായി അള്ളാഹു ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളെ വെച്ചത് വെറുതെയല്ല. സഹോദരങ്ങളെ, നമ്മുടെ ഹാജിമാർ അള്ളാഹുവിനോട് ഈ വിലപ്പെട്ട സമയത്ത് അവർക്ക് ലഭിച്ച ഭാഗ്യം ഉപയോഗിച്ച് ആ വിലപ്പെട്ട മുഹൂർത്തങ്ങൾ, ആ മഹാസങ്കേതങ്ങൾ സന്ദർശിച്ച് ആത്മനിർവൃതി അടയുമ്പോൾ, അള്ളാഹുവിനോട് ഒരടുപ്പം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ ഹജ്ജിനോടും ആ പുണ്യസങ്കേതങ്ങളോടും നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹു ഹാജിയെപ്പോലെ നമ്മെ സ്വീകരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന വിലപ്പെട്ട രാവും പകലുമാണ് നാം കടന്നു പോകുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ദുൽഹജ്ജിൻ്റെ വളരെ പ്രധാനപ്പെട്ട നാളുകളിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഹജ്ജിൻ്റെ മാസങ്ങളായി എണ്ണപ്പെട്ട സവിശേഷമായ 3 മാസങ്ങൾ, ആ 3 മാസങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജിമാരെ ഹാജിയായി രൂപാന്തരപ്പെടുത്തിയെടുത്ത് അവരുടെ ഇസ്ലാമിക വ്യക്തിത്വത്തെ പൂർണ്ണമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ തന്നെ ആ ഹജ്ജിൻ്റെ ദിവസങ്ങളെയും അതിൻ്റെ വിലപ്പെട്ട ദിനരാത്രങ്ങളെയും ഉപയോഗപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെയും ഹജ്ജ് എന്ന മഹാപ്രക്രിയയുടെ ഭാഗമാക്കി തീർക്കാനാണ് അല്ലാഹു ഉദ്ദേശിക്കുന്നത്. ഹജ്ജ് എന്ന് പറയുന്നത് ഏതാനും ചില മാസങ്ങളിൽ നമ്മുടെ പ്രതിനിധികളായ ഹാജിമാർ ഹറമിൽ എത്തിച്ചേർന്ന് നിർവഹിക്കുന്ന കർമ്മങ്ങളായി മാത്രമല്ല, പരിശുദ്ധ ദീനുൽ ഇസ്ലാം ഈ ഹജ്ജിനെയും അതിൻ്റെ അനുബന്ധ കർമ്മങ്ങളെയും അത് ഉൾപ്പെട്ട് നിൽക്കുന്ന വിലപ്പെട്ട സമയങ്ങളെയും നമ്മുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നത്. മറിച്ച് ലോകത്തെമ്പാടുമുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പരിശുദ്ധമായ ഹജ്ജിൻ്റെ ആനന്ദത്തിലേക്ക്, അതിൻ്റെ നന്മകളിലേക്ക് എത്തിച്ചേരാൻ സഹായകമായ നിലയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ഹജ്ജിൻ്റെ ഭാഗഭാക്കാകാൻ സഹായകമായ നിലയിലാണ് ഹജ്ജിൻ്റെ കർമ്മങ്ങളെയും സമയങ്ങളെയും അല്ലാഹു ക്രമീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഹജ്ജിനായി പോയ ഹാജി മാത്രം ഹജ്ജിൻ്റെ പേരിൽ ഭാഗ്യം ചെയ്തവനായി നമുക്ക് ആ ഹജ്ജുമായി ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം ഒന്നുമില്ല എന്ന് നാം ആരും കരുതിയിരിക്കേണ്ടതിന് പകരം ഓരോ ഹാജിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹജ്ജിലൂടെ നൽകുന്ന നന്മ പോലെ ആ ഹജ്ജിൻ്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തുന്ന ലോകത്തെമ്പാടുമുള്ള ഹാജിയെ സ്നേഹിക്കുന്ന, ഹജ്ജിനെ മനസ്സിൻ്റെ ഉള്ളിലൊരാവേശമായി കൊണ്ടു നടക്കുന്ന മുഴുവൻ ഹാജിമാർക്കും അതിൻ്റെ പുണ്യങ്ങളിൽ, നന്മകളിൽ ഭാഗഭാക്കാകാനുള്ള അവസരമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായി ഹജ്ജിൻ്റെ മാസങ്ങളിലും ദിവസങ്ങളിലുമായി പരിശുദ്ധമായ ഈ സന്ദർഭങ്ങളിൽ അന്തർഭവിപ്പിച്ചിട്ടുള്ളത്. മഹാനായ ഇബ്നു റജബ് റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്, ലമ്മാ കാന അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദ് വദഅ ഫീ നുഫൂസിൽ മുഅ്മിനീന ഹനീനൻ ഇലാ മുശാഹദത്തി ബൈത്തിഹിൽ ഹറാം. ലോകത്തെമ്പാടും ജീവിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളുടെയും മനസ്സിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഹജ്ജിനോടും ഹറമിനോടുമുള്ള ഒരടങ്ങാത്ത തേങ്ങൽ അല്ലാഹു നിക്ഷേപിച്ചിട്ടുണ്ട്. അവിടെ എത്തിച്ചേരാനും ആ മഹത്തായ യാഥാർത്ഥ്യങ്ങൾക്ക്, ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയാകാനും അതിലൂടെ ഹജ്ജ് പ്രദാനം ചെയ്യുന്ന ഈമാനികമായ ഊർജം ജീവിതത്തിൽ ഏറ്റുവാങ്ങാനുമുള്ള അടങ്ങാത്ത അഭിനിവേശം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ മുസ്ലിമീങ്ങളുടെയും മനസ്സിൻ്റെ അകതാരിൽ നിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഇലാ മുഷാഹദത്തി ബൈത്തിഹിൽ ഹറാം, പരിശുദ്ധ ഭവനം സന്ദർശിക്കാൻ നേർക്ക് നേരെ കാണാനുള്ള കൊതിയില്ലാത്തവരായി ലോകത്തൊരു മുസ്ലിമുമില്ല. പക്ഷേ വലൈസ കുല്ലു അഹദിൻ ഖാദിറുൻ അലാ മുഷാഹദത്തിഹി ഫീ കുല്ലി ആം, പക്ഷേ എല്ലാവർക്കും എല്ലാ കൊല്ലവും അവിടെ പോയി അത് നേർസാക്ഷിയായി വരാൻ അവസരമില്ലല്ലോ. അതിനുള്ള അവസരമില്ല, അതിനുള്ള ഭാഗ്യമില്ല.
അതുകൊണ്ട് ഫറള അലൽ മുസ്തതിഇൽ ഹജ്ജ മറത്തൻ വാഹിദ, അതുകൊണ്ട് അള്ളാഹു കഴിവുള്ള ആൾക്ക് ജീവിതത്തിൽ ഒരു വട്ടം മാത്രം അത് ഫറലാക്കി വെച്ചതോടൊപ്പം തന്നെ ഫി ഉംരിഹി വജഅല മൗസമൽ അശ്രി മുഷ്തരികം ബൈന സായിരീന വൽ ഖായിദീൻ, ഹജ്ജിൻ്റെ 10 ദിവസങ്ങൾ, ഹജ്ജിൻ്റെ മൗസം, ഹജ്ജിൻ്റെ സീസൺ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഹജ്ജിൻ്റെ പവിത്രമായ 10 രാവുകളെ 10 ദിനങ്ങളെ ഹജ്ജിനായി പുറപ്പെട്ടവരുടെയും പുറപ്പെടാതെ നാടുകളിൽ ഹജ്ജിനെ മോഹിച്ച് ഹജ്ജിനെ കൊതിച്ച് ഹജ്ജിൻ്റെ നാടുകളിലേക്ക് മനസ്സിണക്കി ലോകത്തിൻ്റെ ഏതേത് കോണുകളിൽ ജീവിക്കുന്ന മുഴുവൻ ആളുകൾക്കുമിടയിൽ അല്ലാഹു തആല തുല്യമായി പങ്കുവെച്ച് നൽകി. എല്ലാവർക്കും അല്ലാഹു തആല ഹജ്ജിൻ്റെ പങ്കാളിത്തം നൽകാൻ അല്ലാഹു തീരുമാനിച്ചു. ഫമൻ അജസ അനിൽ ഹജ്ജി ഫി ആം, അതുകൊണ്ട് ഹജ്ജിൻ്റെ വർഷത്തിൽ ഹജ്ജ് ചെയ്യാൻ ആർക്കെങ്കിലും കഴിയാതെ പോയാൽ ഖദറ ഫിൽ അശ്രി അലാ അമലിൻ യഅമലുഹു ഫി ബൈത്തി, അവൻ ആ പുണ്യത്തിൽ പങ്കുചേരാൻ അവന് കഴിയുന്നു അവൻ്റെ വീട്ടിലിരുന്നു കൊണ്ട് അതിനനുയോജ്യമായ കർമ്മങ്ങളിൽ വ്യാപൃതനാകുന്നതിലൂടെ. വീട്ടിലിരുന്നു കൊണ്ട് ഹാജിമാർ ഹജ്ജിൽ ഉന്നതമായ അമലുകളുമായി ബന്ധം സ്ഥാപിക്കുമ്പോൾ ഇവിടെ നമുക്കായി കൽപ്പിക്കപ്പെട്ട അനുശാസിക്കപ്പെട്ട അമലുകളോട് നാം താതാത്മ്യപ്പെടുന്നുവെങ്കിൽ ഒരു ഹാജിക്ക് അവിടെ എന്താണോ കിട്ടുന്നത് അതെല്ലാം നമുക്കും തരാൻ വേണ്ടി അല്ലാഹു തആല സന്നദ്ധനായിരിക്കുന്ന വിലപ്പെട്ട ദിനരാത്രങ്ങളെയാണ് പരിശുദ്ധമായ ദുൽഹജ്ജിൻ്റെ ലയാലിൻ അഷർ, പരിശുദ്ധമായ 10 എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഈ ദിനരാത്രങ്ങളിൽ അല്ലാഹു വെച്ചിട്ടുള്ളത്. യകൂന അഫ്ളല മിനൽ ജിഹാദ്, ആ 10 ദിവസങ്ങളിലെ അമൽ ജിഹാദിനേക്കാൾ വിലപ്പെട്ടതാണ്. ജിഹാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പരിശുദ്ധമായ ദീനിൻ്റെ വഴിയിൽ ധർമ്മസമരം ചെയ്യുക, ജീവൻ പോലും ബലി കൊടുക്കാൻ സന്നദ്ധനായി ചെയ്യുന്ന ജിഹാദുണ്ടല്ലോ, ആ ജിഹാദിനേക്കാൾ വിലപ്പെട്ടതായി മാറുന്ന ഒരു 10 ദിനമായി 10 രാവുകളായി അല്ലാഹു ദുൽഹജ്ജിൻ്റെ 10 ദിവസങ്ങളെ വെച്ചത് വെറുതെയല്ല. എത്താനാവാത്തതും എത്താൻ കൊതിക്കുന്നവരുമായ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും ആ നന്മകളിൽ പങ്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അല്ലാഹു തആല ഈ 10 ദിനങ്ങളെ വെച്ചിട്ടുള്ളതെന്ന് മഹാന്മാർ നമ്മെ പരിചയപ്പെടുത്തി പറയുമ്പോൾ അതവരുടെ സ്വന്തം അഭിപ്രായമല്ല. ജിഹാദിനേക്കാൾ അഫ്ളലായ 10 ദിനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ജിഹാദിനേക്കാൾ അഫ്ളലായ 10 ദിനങ്ങൾ, ഈ 10 ദിനങ്ങളാണത്. ദുൽഹജ്ജിൻ്റെ 1 മുതൽ 10 വരെയുള്ള 10 ദിവസങ്ങൾ ലോകത്തെ ഏറ്റവും മഹത്തായ അള്ളാഹുവിൻ്റെ ഇബാദത്ത്, അതാണ് ജിഹാദ്. ആ ജിഹാദിനേക്കാൾ മഹത്തരമാക്കി അള്ളാഹു വെച്ചിരിക്കുകയാണ്. ഹുവ അഫ്ളലു മിനൽ ഹജ്ജ്, ഹുവ അഫ്ളലു മിനൽ ഹജ്ജ്, ആ ജിഹാദ് ഹജ്ജിനേക്കാൾ മഹത്തായതുമാണ്. നോക്കൂ, ജിഹാദ് ഹജ്ജിനേക്കാൾ മഹത്തായതുമാണ്. ഹജ്ജ് ഏറ്റവും മഹത്തരമാണ്, ഹജ്ജിൻ്റെ മഹത്വം ഒന്ന് വേറെയാണ്. പക്ഷേ ജിഹാദിനോളം ഹജ്ജും വരില്ല. എന്നാൽ ജിഹാദിനേക്കാൾ പുണ്യം കിട്ടുന്ന ഒരു 10 ദിവസങ്ങളെ പടച്ച തമ്പുരാൻ നമുക്ക് മാറ്റിവെച്ചിരിക്കുന്നത് നമുക്ക് വേണ്ടിയാണ്. ആർക്ക് വേണ്ടി? ഹജ്ജ് ചെയ്യാൻ അവസരം ലഭിക്കാതെ സ്വന്തം നാടുകളിൽ ഹജ്ജിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ ആനന്ദ ചിന്തകളിൽ അഭിരമിച്ചുകൊണ്ട് ആ പുണ്യം ലഭിക്കാൻ, ആ പുണ്യഭൂമികൾക്ക് നേർസാക്ഷിയാകാൻ കഴിയുന്നില്ലല്ലോ റബ്ബേ എന്ന വികാരവുമായി ലോകത്തിൻ്റെ ഏതേത് ദിക്കുകളിൽ കഴിയുന്ന ഒരു മുഅ്മിനിനും അല്ലാഹു സുബ്ഹാനഹു വ തആല ജിഹാദിനേക്കാൾ വിലപ്പെട്ട ദിവസങ്ങളായി തന്നിരിക്കുന്ന 10 ദിനരാത്രങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. നാം അറിയുന്നുണ്ടോ നാം കടന്നു പോകുന്ന ദിനരാത്രങ്ങളുടെ വില? നമ്മൾ പലപ്പോഴും ഒന്നും അറിയാതെയാണ് നമ്മുടെ വിലപ്പെട്ട സമയങ്ങളെ തള്ളി നീക്കുന്നത്. വെറുതെയല്ല, ഇത് കൃത്യമായി നമുക്ക് ഹദീസിൽ കാണാം. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഈ 10 ദിവസങ്ങളിലേക്ക് നാം കടന്നെത്തി കഴിഞ്ഞിരിക്കുന്നു. ഇനിയുള്ള ഈ വിലപ്പെട്ട നിമിഷങ്ങളെ, ദിനങ്ങളെ, രാത്രികളെ അള്ളാഹുവിനോട് അടുപ്പം സ്ഥാപിക്കാൻ, അവൻ്റെ പ്രീതി നേടാൻ, അവനിൽ നിന്ന് നമ്മുടെ ആവശ്യങ്ങളെ നേടിയെടുക്കാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്ന ഏതൊരു മുഅ്മിനും സഹോദരങ്ങളെ ഉപയോഗിച്ചാൽ മതിയാകുന്ന ഒരു ഹജ്ജ് ചെയ്തുകൊണ്ട് നേടിയെടുക്കുന്ന നേട്ടങ്ങളിലേക്ക് അതിൻ്റെ ഒപ്പം നിൽക്കാൻ നമ്മെ പ്രാപ്തരാക്കി തീർക്കുന്ന വിലപ്പെട്ട സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്ന ഓർമ്മ ഈ ദിനരാത്രങ്ങളിൽ ഉണ്ടാകണം. കാരണം അള്ളാഹുവിൻ്റെ ഹബീബ് പറഞ്ഞു, പരിശുദ്ധ ഖുർആൻ തന്നെ വ്യക്തമാക്കി പറഞ്ഞു, വൽ ഫജിരി വലയാലിൻ അശ്ർ വശഫഇ വൽ വത്ർ വല്ലൈലി ഇദാ യസ്ർ ഹൽ ഫീ ദാലിക ഖസമുൽ ലിദി ഹിജ്ർ. നാം സൂറത്തുൽ ഫജ്റിൻ്റെ ആമുഖത്തിൽ കേട്ട
പല ആഴ്ചകളിലൂടെ നാം ചർച്ച ചെയ്തു പോയ മഹത്തായ ആയത്താണ്. വൽ ഫജർ, ഫജറാണ് സത്യം, വലയാലിൻ നഷർ, 10 രാവുകളാണ് സത്യമെന്ന് അല്ലാഹു പറഞ്ഞത് നാം വിശദീകരിക്കുകയുണ്ടായി. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഫജർ എന്നാൽ അതിന് മറ്റൊരു വ്യാഖ്യാനമുണ്ട്, അവിടെ നാം പറയാതെ പോയതാണ്. ആ വ്യാഖ്യാനം മറ്റൊന്നുമല്ല, ഫജർ എന്നാൽ പെരുന്നാൾ ഫജറാണ്, പെരുന്നാൾ പ്രഭാതമാണ് ഫജർ കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മുഫസ്സിറുകൾ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വലയാലിൻ നഷർ എന്ന് പറഞ്ഞാലോ അത് ദുൽഹജ്ജിൻ്റെ 1 മുതൽ 10 വരെയുള്ള 10 രാവുകളെയാണ് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന്. 10 രാവുകൾ, 10 രാവുകൾ വേറിട്ട് തന്നെ നിൽക്കുന്നു. ഓരോ മാസത്തിലെയും 10 രാവുകൾ ഓരോന്നോരോന്ന് വ്യത്യസ്തമായ തലങ്ങളിൽ നിൽക്കുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു അവിടെ. അതുപോലെ തന്നെ പ്രഭാതം, രാവുകൾ വൈരുദ്ധ്യങ്ങളുടെ പ്രതീകങ്ങളായി ഒക്കെ നാം അവിടെ അവതരിപ്പിച്ചതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ ഫജർ എന്ന് പറഞ്ഞാൽ പെരുന്നാൾ പ്രഭാതത്തെയാണ് അള്ളാഹു സത്യം ചെയ്യാൻ ഉപയോഗിച്ചതെന്ന് പറയുമ്പോൾ നമ്മിലേക്ക് സമാഗതമാകുന്ന ആ മഹാപ്രഭാതം എത്ര വിലപ്പെട്ടതാണെന്നതോടൊപ്പം തന്നെ അതിനോട് ചേർത്ത് പറഞ്ഞ 10 രാവുകൾ പെരുന്നാളിൻ്റെ ദുൽഹജ്ജ് 1 മുതൽ 10 വരെ നീണ്ടു നിൽക്കുന്ന 10 രാവുകളാണ് എന്നാണ് മഹാന്മാർ വിശദീകരിക്കുന്നത്. ആ രാവുകളിൽ, ആ ദിനങ്ങളിൽ നാം ചെയ്യുന്ന അമലുകൾക്ക് എന്താണ് അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള സ്ഥാനം? നമുക്ക് അമൽ ചെയ്യാൻ പറ്റിയ ആകെയുള്ള സമയം ഏതാ? നമ്മളൊരു റമദാനാണ്, ഏറിയാൽ റമദാൻ്റെ ഒടുവിലത്തെ 10. അത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെയോ അതിലേറെയോ ഒന്നിനും പുണ്യമില്ലെന്ന തെറ്റായ ധാരണകളുമായി നമ്മെ നാമാക്കി തീർക്കുന്ന, നമ്മെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിക്കുന്ന വിലപ്പെട്ട സമയങ്ങളുടെ മഹത്വം അറിയാതെ പാഴാക്കുന്നവരാണ് നാം അധികവും. ഇത് നമ്മുടെ സമൂഹത്തിന് സംഭവിച്ച വലിയൊരു ദുരന്തം തന്നെയാണ്. അതുകൊണ്ട് സമയത്തെ വിലയറിഞ്ഞ് ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ്. സമയത്തിൻ്റെ പ്രാധാന്യം പറഞ്ഞ പരിശുദ്ധമായ ഖുർആൻ്റെ ആയത്തിൽ അതല്ലാഹു പറയുന്നുണ്ട്, ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹ് 12 ശഹറൻ ഫീ കിതാബില്ലാഹ്. മാസങ്ങളുടെ എണ്ണം അല്ലാഹു അവൻ്റെ ഗ്രന്ഥത്തിൽ 12 എന്നാണ് നിജപ്പെടുത്തിയത്. എല്ലാ മാസങ്ങളും 12. അപ്പോൾ ഏതാധാരത്തിലെടുത്താലും 12 അല്ല, 12 അല്ലാതാക്കാൻ ശ്രമിച്ചവർ 12 തിരുത്തി. റോമാ കലണ്ടറിൽ 10 മാസമാക്കി വെട്ടിച്ചുരുക്കി നോക്കിയവർ അവസാനം എങ്ങും മുട്ടാതെ അവസാനം അവർ 12 ആക്കി തിരുത്തേണ്ടി വന്നു എന്ന് കലണ്ടർ ചരിത്രത്തിൽ രേഖപ്പെട്ടിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, ഒരു വർഷത്തിൻ്റെ മാസങ്ങളുടെ എണ്ണം 12 എന്നുള്ളത് അള്ളാഹു അവൻ്റെ ആദിമ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചതാണ്. മാറ്റാൻ ആർക്കും പറ്റില്ല. മാറ്റിയാൽ തിരുത്തേണ്ടി വരും, മാറ്റിയത് മാറ്റേണ്ടി വരും. ഇന്ന ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹറൻ. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, അതിൽ പവിത്രത ഏറെയുള്ള 4 മാസങ്ങളുണ്ട്. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ആ പവിത്രത പരിഗണിക്കലാണ് യഥാർത്ഥ മതം. ദാലിക ദീനുൽ ഖയ്യിം. ആ പവിത്രതയായി അറിഞ്ഞ് പരിഗണിക്കുന്നതിൻ്റെ പേരാണ് മതമെന്ന്. മതം മറ്റൊന്നുമല്ല. മതമെന്ന് പറഞ്ഞാൽ നടന്നു പോകുന്ന സമയങ്ങളുടെ, രാവുകളുടെ, മാസങ്ങളുടെ, ദിനങ്ങളുടെ, നാം കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ മഹത്വം എന്തെന്നറിഞ്ഞ് അതിനെ ഉപയോഗിക്കുന്നതിൻ്റെ പേരാണ് ദാലിക ദീനുൽ ഖയ്യിം. അതാണ് വളവ് പറ്റാത്ത മതം. ബാക്കി മതങ്ങൾ, അത് പരിഗണിക്കാത്ത മതങ്ങൾ വളഞ്ഞുപോയി. വളയാത്ത മതം, ഋജുവായ ദീൻ എന്നത് സമയത്തിൻ്റെ വിലയെറിഞ്ഞിടപെടുന്ന മതത്തിൻ്റെ പേരാണ്. പലർക്കും ആ ബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഒരു ദിവസത്തിലെ വിലപ്പെട്ട സമയങ്ങൾ, ഒരാഴ്ചയിലെ വിലപ്പെട്ട വെള്ളിയാഴ്ച പോലുള്ള സമയങ്ങൾ, ഈ സമയങ്ങളുടെ വിലയെറിഞ്ഞുപയോഗിക്കാറുണ്ടോ? ഒരു ജുമഅ എന്നതിനപ്പുറത്ത് വെള്ളിയാഴ്ചയ്ക്ക് നമുക്ക് വല്ല വിലയുമുണ്ടോ? പ്രഭാതത്തിന്, ഫജ്റിന് പ്രാധാന്യമുണ്ടോ, വിലയുണ്ടോ? ആ സമയം ഉപയോഗിക്കേണ്ടത് എങ്ങനെ എന്നറിഞ്ഞുപയോഗിക്കുന്നതിൽ നാം പിന്നോക്കമല്ലേ? എങ്കിൽ ദാലിക ദീനുൽ ഖയ്യിം, അത് അറിഞ്ഞുപയോഗിക്കുന്നതിൻ്റെ പേരാണ് ശരിയായ ദീൻ, വളയാത്ത ദീൻ. അല്ലെങ്കിൽ നമ്മുടെ ദീൻ വളഞ്ഞു പോയതാ. മഗ്രിബിൻ്റെ പ്രാധാന്യമുണ്ട്, ആ സമയത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. ആ സമയത്തിൻ്റെ പ്രാധാന്യം അറിഞ്ഞാണോ നാം ഇടപെടുന്നത്? ഇല്ലെങ്കിൽ നമ്മുടെ ദീനിന് വളവ് പറ്റിയിരിക്കുന്നു. ആ ദീൻ യഥാർത്ഥത്തിൽ ലക്ഷ്യം നേടാൻ ആയുധമാക്കാൻ കൊള്ളാത്ത വിധത്തിൽ അതിന് വളവ് സംഭവിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അള്ളാഹു പറയുക, ദാലിക ദീനുൽ ഖയ്യിം. അതുകൊണ്ട് ഈ വിലപ്പെട്ട രാവുകളെ ഏറ്റവും ഒരു വർഷത്തിലെ ദിവസങ്ങളിലെ ഏറ്റവും വിലപ്പെട്ട രാവുകൾ, ഏറ്റവും വിലപ്പെട്ട ദിനങ്ങൾ ഏതാ? നമ്മൾ പറയും
റമദാനിലെ ഒടുവിലത്തെ 10 അങ്ങനെ അഭിപ്രായപ്പെട്ടവരുണ്ട്. പക്ഷെ അതുമല്ല, അതിലും വലുതാണ് ഈ 10ൻ്റെ വിലപ്പെട്ട ഈ 10ൻ്റെ പ്രാധാന്യമെന്ന് നമ്മുടെ ഹദീസ് പറയുന്നു. നോക്കൂ, അനിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ മിൻ അയ്യാം, ഒരു ദിനങ്ങളുമില്ല, അൽ അമലു സാലിഹു ഫീഹിന്ന അഹബ്ബു ഇലല്ലാഹ്, ആ ദിനങ്ങളിൽ അള്ളാഹുവിന് അമലുകൾ കർമ്മങ്ങൾ പ്രിയങ്കരമായതായി മിൻ ഹാദിഹിൽ അയ്യാമിൽ അശ്റ, ഈ 10 ദിനങ്ങളെപ്പോലെ വേറൊന്നുമില്ല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ഖാലു യാ റസൂലല്ലാഹ്, അവർ ചോദിച്ചു, അള്ളാഹുവിൻ്റെ തിരുദൂതരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാഹ്, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതും അത്രയും വരില്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ വിലപ്പെട്ടതായി അള്ളാഹു തന്നിരിക്കുന്നത് ഈ 10 ദിവസത്തെ ആണെങ്കിൽ എന്തിനു തന്നു? അവിടെയാണ് യഥാർത്ഥത്തിൽ ഹാജിക്ക് എന്താണോ കിട്ടിയത്, ഹാജി നേടിയതെന്തോ അത് നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി അള്ളാഹ് തന്നിരിക്കുന്ന ദിനരാത്രങ്ങളാണിത്. വലൽ ജിഹാദ്, നബിയെ ജിഹാദ് പോലും അതിന് പകരമാവില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വലൽ ജിഹാദ്, നേരത്തെ പറഞ്ഞല്ലോ, ജിഹാദ് ഹജ്ജിനേക്കാൾ ഉത്തമമാണ്. പരിശുദ്ധ ദീനിൻ്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ അതിനു വേണ്ടി സമരരംഗത്ത് സജീവമാവുക എന്നത് ഹജ്ജിനേക്കാൾ പ്രധാനമാണ്. ജിഹാദ് ചെയ്യേണ്ട സമയത്ത് ഒരാൾ ഹജ്ജിന് പോയാലോ അവൻ്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുമോ? ജിഹാദിൻ്റെ സമയത്ത് ജിഹാദാ ചെയ്യണ്ടേ? ഇപ്പം ജിഹാദ് ഏറ്റവും പ്രധാനമാണ്. കാരണം ദീൻ നിലനിൽക്കണമെങ്കിൽ ജിഹാദ് വേണ്ടി വരും. പലതരം ജിഹാദുണ്ട്. ജിഹാദ് പലതരത്തിലുണ്ട്. വാളുകൊണ്ട് മാത്രമുള്ള ജിഹാദല്ല, ചില ആളുകൾക്ക് അങ്ങനെ അറിയൂ, അതുമുണ്ട്. അത് ജിഹാദാണ്. അത് ആവശ്യം വരുന്നിടത്ത് ആ ജിഹാദിനേക്കാൾ വലുതായി ഈ ലോകത്ത് വദിർവത്തു സനാമിഹിൽ ജിഹാദ്, ഈ ദീനിൻ്റെ അപ്പെക്സ് ആയിട്ടുള്ള ഏറ്റവും സൂപ്പറായിട്ടുള്ള ഇതിൻ്റെ അമൽ കർമ്മം എന്ന് പറയുന്നത് എന്താണ്? ജിഹാദാണ്. മുഹമ്മദ് മുസ്തഫ ജിഹാദാണ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത്. ജിഹാദ് എന്ന് കേൾക്കുമ്പോഴേ ഇന്ന് പേടിയാണ് ആളുകൾക്ക്. ആ പേര് പറയാൻ പോലും മടിയാണ്. മടിച്ചാലും മടിച്ചില്ലെങ്കിലും അള്ളാഹുവിൻ്റെ നിലനിൽപ്പിന് വേണ്ടി ജിഹാദ് ചെയ്യുന്നതിനേക്കാൾ വിലപ്പെട്ടതായി ഒന്നുമില്ല. പക്ഷേ ആ ജിഹാദ് ഹജ്ജിനേക്കാൾ വിലപ്പെട്ടതാണ്. പക്ഷേ ആ ജിഹാദിനേക്കാൾ വിലപ്പെട്ട കർമ്മങ്ങളുമായി ചില ദിനങ്ങൾ നമ്മെ കാത്തിരിപ്പുണ്ടെങ്കിൽ കേട്ടോളൂ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, വലൽ ജിഹാദു ഫീ സബീലില്ലാ ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സി. പക്ഷേ ഒന്ന് ഞാൻ പറയാം, ഏതെങ്കിലും ഒരാൾ അള്ളാഹുവിൻ്റെ ദീനിൻ്റെ നിലനിൽപ്പിനായി ഈ ദിവസങ്ങളിൽ തൻ്റെ ശരീരവും എടുത്തുകൊണ്ട് പുറപ്പെട്ടു, വമാലിഹി, തൻ്റെ ധനവും എടുത്ത്, ഫലം യർജി മിൻ ദാലിക ബിശൈഇൻ, എന്നിട്ട് ശരീരമോ ധനമോ തിരിച്ചു കൊണ്ടുവരാതെ അള്ളാഹുവിൻ്റെ ദീനിൽ പോരാടാൻ പോയ ഏതെങ്കിലും ഒരു മുജാഹിദ് ഉണ്ടെങ്കിൽ ആ മുജാഹിദ് ഈ ദിവസങ്ങളിൽ ഏറ്റവും ഉയർന്നു നിൽക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ഒരു മുജാഹിദ് അല്ലാതെ ഈ ലോകത്ത് ഈ ദിവസങ്ങളിൽ അമൽ ചെയ്ത് ഇത്രയും പുണ്യം നേടിയ മറ്റൊരാളുമില്ല. എന്ന് പറഞ്ഞാൽ പണവും ശരീരവുമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദിന് പോയി മരിച്ച് തിരിച്ചു വരാതെ അവിടെ വെച്ച് ജിഹാദിൽ മരണപ്പെട്ടു പോയ ഒരാൾക്കല്ലാതെ ഈ ദിവസങ്ങളിൽ അമൽ ചെയ്യുന്ന ഒരാളുടെ പുണ്യം ലഭിക്കാൻ പോകുന്നില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ദിനരാത്രങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ വിലപ്പെട്ട സമയങ്ങളെ അറിഞ്ഞാണോ കടന്നു ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. വ്യാഴാഴ്ച 1 പ്രഖ്യാപിച്ചു, അല്ലേ? അടുത്ത ശനിയാഴ്ച പെരുന്നാളാണ് എന്ന് പ്രഖ്യാപനം വന്നു കഴിഞ്ഞിരിക്കുന്നു. വെള്ളിയാഴ്ച അറഫ ദിനമാണ് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ നാം പരിശുദ്ധമായ ഈ ദിനരാത്രങ്ങളിലാണ്. പ്രിയപ്പെട്ട ഹാജിമാരെ യാത്രയാക്കിയ നമ്മൾ, സഹോദരങ്ങളെ, നമ്മുടെ ഹാജിമാർ അള്ളാഹുവിനോട് ഈ വിലപ്പെട്ട സമയത്ത് അവർക്ക് ലഭിച്ച ഭാഗ്യം ഉപയോഗിച്ച് ആ വിലപ്പെട്ട മുഹൂർത്തങ്ങൾ, ആ മഹാസങ്കേതങ്ങൾ സന്ദർശിച്ച് ആത്മനിർവൃതി അടയുമ്പോൾ, അള്ളാഹുവിനോട് ഒരടുപ്പം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ആ ഹജ്ജിനോടും ആ പുണ്യസങ്കേതങ്ങളോടും നമുക്ക് ആത്മാർത്ഥമായ സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അള്ളാഹു ഹാജിയെപ്പോലെ നമ്മെ സ്വീകരിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന വിലപ്പെട്ട രാവും പകലുമാണ് നാം കടന്നു പോകുന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ ദിവസങ്ങളിൽ, കാരണം എന്താ, ഏതൊരു സംഗതിക്കും ഈ ലോകത്തെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിന്, ഏതെങ്കിലും ഒരു സമയത്തിന്, ഏതെങ്കിലും ഒരു സ്ഥലത്തിന് പ്രാധാന്യമുണ്ടാകുന്നെങ്കിൽ അതിൻ്റെ പിന്നിൽ
അതിമഹത്തായ ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ടാകും. എന്തെങ്കിലും ഒരു ചരിത്രമല്ലാതെ ഒരു സമയത്തെയോ സ്ഥലത്തെയോ പ്രധാനമാക്കുന്നില്ല. സഹോദരങ്ങളെ, എല്ലാം അങ്ങനെയാണ്. നമുക്ക് കാണാൻ കഴിയും ലൈലത്തുൽ ഖദറിന് മഹത്വമുണ്ട്. എന്താ കാര്യം? ലൈലത്തുൽ ഖദറിൻ്റെ മഹത്വം ലോക ചരിത്രം ദർശിച്ച ഏറ്റവും മഹത്തായ സംഭവം ആ രാത്രിയിൽ സംഭവിച്ചതുകൊണ്ടാണ്. അതെന്താണത്? ഷഹ്റു റമളാൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസത്തേക്കാൾ ആ രാവിലെ അമലിന് പുണ്യം അല്ലാഹ് തന്നത് വെറുതെ അല്ല. അതിലൊരു ചരിത്രത്തിൻ്റെ ഓർമ്മയുണ്ട്. ആ ചരിത്രം നിങ്ങളുടെ ഓർമ്മകളെ തീപിടിപ്പിക്കാൻ പോകുന്നതാണ്. നിങ്ങളുടെ ആത്മീയതയും സന്മാർഗത്തെയും ഉത്തേജിപ്പിച്ച് നിങ്ങളെ എത്തേണ്ടിടത്തെത്തിക്കാൻ, നിങ്ങളുടെ റബ്ബിനോട് അടുപ്പിക്കാൻ കൊള്ളാവുന്ന അതിമഹത്തായ ഓർമ്മയുടെ പുസ്തകമാണ് പരിശുദ്ധ ഗ്രന്ഥം. ആ ഗ്രന്ഥം ഇറങ്ങി എന്നതുകൊണ്ടാണ്. ഒരു ചരിത്രമില്ലാതെ ഒരു സമയത്തിനും പുണ്യമില്ല, ഒരു ചരിത്രമില്ലാതെ ഒരു സ്ഥാനത്തിനും പുണ്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുപോലെ ലൈലത്തുൽ ഖദറിൽ നമുക്കത് കാണാം. വെള്ളിയാഴ്ച പുണ്യമാകുന്നത് എന്തുകൊണ്ടാണ്? വെള്ളിയാഴ്ച പുണ്യമാകുന്നത് എന്തുകൊണ്ടാണ്? വെറുതെ ഒരു സമയവും പുണ്യമുള്ളതാകുന്നില്ല, വെറുതെ ഒരു സ്ഥലവും പുണ്യമുള്ളതാകുന്നില്ല. അതിന് പിന്നിൽ പശ്ചാത്തലമായി വർത്തിക്കുന്ന മഹത്തായ സമുജ്വലമായ ഒരു ചരിത്രത്തിൻ്റെ കഥ പറയാൻ ആ സമയത്തിനുണ്ടാകും, ആ സ്ഥലത്തിനുണ്ടാകും. എന്തുകൊണ്ട് വെള്ളിയാഴ്ച പുണ്യമുള്ളതായി? മുഹമ്മദ് മുസ്തഫ ഫീഹി ഖുലിഖ ആദം, അന്നാണ് ആദം സൃഷ്ടിക്കപ്പെട്ടത്. നമ്മുടെ പിതാവ് മനുഷ്യപുത്രന് ജന്മം ലഭിച്ചതെന്നാണ്. ഫീഹി ഉദ്ഖിലൽ ജന്ന, അന്ന് തന്നെയാണ് അവിടെ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഓ ഫീഹി ഉഖ്രിജ മിൻഹാ, വെള്ളിയാഴ്ച തന്നെയാണ് ആദം സ്വർഗത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ടത്. വെറുതെ അല്ല. ആ ദിവസത്തിനാണ് നമുക്ക് പുണ്യം വെച്ച് അന്ന് അമൽ ചെയ്തുകൊള്ളൂ, നിങ്ങൾക്ക് എന്നോടടുക്കാമെന്ന് അള്ളാഹു പറഞ്ഞത്. അതുകൊണ്ട് ഏതൊരു ദിവസത്തിൻ്റെയും നന്മയുടെ പിറകിൽ പശ്ചാത്തല ശക്തിയായി ഒരു ചരിത്രം കുടികൊള്ളുന്നുണ്ടാകുമെന്ന് നാം ഓർക്കണം. തിങ്കളാഴ്ചയുടെ മഹത്വം എന്താ? നോമ്പ് വയ്ക്കാൻ പറഞ്ഞപ്പോൾ റസൂലുള്ള പറഞ്ഞു ഫീഹി വുലിത്തു, അതിലാണ് ഞാൻ ജനിച്ചത്. മുഹമ്മദ് മുസ്തഫ, അതിലാണ് ഞാൻ ജനിച്ചത്. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ജന്മം തിങ്കളാഴ്ച നോമ്പിന് കാരണമാണ്. അള്ളാഹുവിൻ്റെ റസൂല് തന്നെ പറഞ്ഞ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചു എന്നത് ആ ചരിത്രത്തിൻ്റെ പശ്ചാത്തലം തിങ്കളാഴ്ചയുടെ പുണ്യത്തിന് അടിവരയിടുന്നു എന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുക. ചരിത്രമാണ് ഏതൊരു സ്ഥലത്തെയും ഏതൊരു സമയത്തെയും അള്ളാഹുവിൻ്റെ മുമ്പിൽ അമൂല്യമാക്കി തീർക്കുന്നത് എന്ന് സൂചിപ്പിക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ട് ഈ ഉലഹിയത്ത് ഈ പലപ്പെട്ട ഉലഹിയത്തിന് വേണ്ടി ഒരുങ്ങി ഹാജിമാരെ പോലെ താതാത്മ്യപ്പെട്ട് ഹാജിമാർ ചെയ്യുന്ന മുഴുവൻ കർമ്മങ്ങൾക്കും വേണ്ടി ഓരോ ഹാജിയെ യാത്രയാക്കിയ മുഅ്മിനൻ ലോകത്തിൻ്റെ ഓരോ കോണുകളിലും ബന്ധപ്പെട്ടിരിക്കുമ്പോൾ, അല്ലേ, നമ്മളാരെങ്കിലും വെറുതെ ഇരിക്കുകയാണോ? ഇപ്പം എല്ലാവരും വരാൻ പോകുന്ന ഈ ദിനരാത്രങ്ങളെ അറിഞ്ഞുകൊണ്ട് തസ്ബീഹും തഹ്ലീലും തക്ബീറും പെരിപ്പിക്കാൻ പറഞ്ഞ ഈ വിലപ്പെട്ട സമയങ്ങളിൽ നാം നമ്മുടെ ഓർമ്മകളിൽ അള്ളാഹുവിൻ്റെ ദിക്ർ തസ്ബീഹുകളാൽ നമ്മുടെ നാവും മുഖരിതമായി നിൽക്കുന്ന ഈ സമയവും ഹാജിയും നമ്മളും തമ്മിൽ അന്തരമില്ല. ഉളഹിയത്ത് അറുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ബലിമൃഗത്തെ വാങ്ങിവെച്ച് ആ ബലിമൃഗത്തെ പരിലാളിച്ച് അതിൻ്റെ ശിരസിൽ അതിൻ്റെ മുകളിൽ കൈകൊണ്ടൊന്ന് തലോടിയാൽ പോലും അതിനു പോലും പുണ്യമുണ്ടെന്ന് പറയപ്പെട്ട ഹദീസിൻ്റെ പ്രതിഫല വാഗ്ദാനത്തിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് മുസ്ലിം ലോകം ബലിമൃഗത്തിൻ്റെ പിന്നിലാണ്. ബലിമൃഗത്തെ താലോലിക്കുകയാണ്. ആ ബലി അറുത്തുകൊണ്ട് റബ്ബിൻ്റെ പ്രീതി നേടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹാജിയും ഹാജി അല്ലാത്തവരും തമ്മിൽ ഒരു അന്തരം ഈ ദിവസങ്ങളിൽ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ട് ഈ പുണ്യരാവുകൾ വിലപ്പെട്ടതായി? പലതുമുണ്ട്. പല ദിനങ്ങളിലും റമദാനിൽ ഖുർആൻ ഇറങ്ങിയതുണ്ട്, നോമ്പുണ്ട്, എല്ലാമുണ്ട്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിലെ ഏറ്റവും വിലപ്പെട്ടതെല്ലാം ഒരുമിച്ച് സംഗമിക്കുന്ന ദിനം ഇതുപോലെ വേറെയില്ല. നോക്കൂ, നിസ്കാരമുണ്ട് ഇതിൽ, നോമ്പുണ്ട് ഇതിൽ 1 മുതൽ 10 വരെ, അറഫയുടെ നോമ്പടക്കമുണ്ട്. സക്കാത്തും ഈ സന്ദർഭത്തിലാകാവുന്നതാണ്. സാമ്പത്തികമായ ദാനധർമ്മങ്ങൾ പുണ്യമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു ഈ ദിനരാത്രങ്ങളിൽ. എല്ലാ നന്മകൾക്കും പുണ്യം പെരുകുമ്പോൾ ദാനധർമ്മങ്ങൾക്കും ഇതിൽ മഹത്വമുണ്ട്. ഇതിൽ മറ്റൊന്നിലുമില്ലാത്ത വലിയൊരു കാര്യം ഇതിലുണ്ട്. അത് ഹജ്ജാണ്. അത് റമദാനിലില്ല, അതിൻ്റെ അവസാനത്തെ 10-ലുമില്ല, അത് ലൈലത്തുൽ ഖദറിലുമില്ല. അതുകൊണ്ട് വെറുതെ അല്ല ഈ രാവ് പുണ്യമുള്ളതായത്. എല്ലാം ഉള്ളത് ഈ 10-ലാണ്, എല്ലാം ഉള്ളത് ഈ 10-ലാണ്.
അപ്പോൾ നന്മ നിറഞ്ഞ ഏതെങ്കിലും ഒരു സമയം നന്മയുള്ളതാകുന്നതിനൊരു ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. തിന്മ നിറഞ്ഞ ഏതെങ്കിലും ഒരു സ്ഥലമോ ഒരു സ്ഥാനമോ തിന്മ നിറഞ്ഞതാകുന്നതിനും ഒരു ചരിത്രത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. ഹജ്ജിനായി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരും വഴി മദീനയിൽ നിന്ന് മുസ്ദലിഫയുടെയും മിനയുടെയും ഇടയ്ക്കുള്ള വാദി മുഹസ്സറിലൂടെ കടന്നു വരവേ മുഹമ്മദ് റസൂലുള്ളാഹി പറഞ്ഞു, ഇസ്രിഉ, വേഗം നടക്കൂ, ഓടി വരൂ. എന്താ കാര്യം? ഈ സ്ഥലത്തു കൂടി നിങ്ങൾ കടന്നു വരുമ്പോൾ കരഞ്ഞുകൊണ്ടല്ലാതെ കടന്നു വരരുത്. കാരണം അള്ളാഹുവിൻ്റെ അദാബ് എന്നോ ഇറങ്ങിയ ഒരു സ്ഥലമാണിത്. ഇന്നല്ല, ഇന്നലകളിൽ. ഏതാണത്? അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ അലം യജ്അൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തയ്റൻ അബാബീൽ. അലം തറ കൈഫ സൂറത്തിലൂടെ ആനയുടെ സൈന്യത്തെ അള്ളാഹു കൊച്ചു അബാബീൽ പക്ഷികളെ അയച്ച് അള്ളാഹു അത്ഭുതകരമായി രക്ഷപ്പെടുത്തിയ ലോക ചരിത്രത്തിലെ പകരം വയ്ക്കാനില്ലാത്ത ഒരു മഹാദുരന്തത്തിന് ഒരു വശത്തത് സംഭവമാണെങ്കിലും സന്തോഷത്തിൻ്റെതാണെങ്കിലും മറുവശത്ത് ഒരു സമൂഹം വലിയ ദുരന്തമേറ്റുവാങ്ങിയ സ്ഥലമാണിതെന്നതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് കരഞ്ഞോണ്ടേ ഇതിലെ കടന്നു പോകാവൂ. പണ്ട് നടന്നതാണ്. പക്ഷേ ഇന്നും ആ സ്ഥലത്തു കൂടി കടന്നു പോകുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് ഭയപ്പെട്ട് കരയണം. കാരണം അതിൻ്റെ പിന്നിലൊരു ദുരന്ത ചരിത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. പിന്നിൽ ദുരന്ത ചരിത്രം ഒളിഞ്ഞു കിടക്കുന്ന രാവുകൾ, ദിവസങ്ങൾ, അത് പിന്നീട് വന്നാലും അവിടെ ജാഗ്രത വേണം. നന്മ നിറഞ്ഞ ചരിത്രങ്ങളെ ഗർഭം ധരിച്ചിട്ടുള്ള ഇന്നലകൾ ഓരോ ആണ്ടും നമ്മളിലേക്ക് പിന്നീട് കടന്നു വരുമ്പോൾ ആ ദിവസങ്ങളെയും വിലപ്പെട്ടതായി പരിഗണിക്കണം. ഇത് ദീനാണ്. ദാലിക ദീനുൽ ഖയ്യിം. സമയത്തിൻ്റെ വിലയറിഞ്ഞ് പരിഗണിക്കുന്നത്. ഫിഹാ മിൻഹാ അർബഅത്തുൻ ഹുറും. 12 മാസങ്ങളിൽ 4 പവിത്ര മാസങ്ങളുണ്ട്. അതുകൊണ്ട് ഫലാ തദ്ലിമു ഫീഹിന്ന അൻഫുസക്കും. ആ ദിവസങ്ങളിൽ നിങ്ങളുടെ ആത്മാവിനോട് ഒരു ദ്രോഹവും നിങ്ങൾ ചെയ്തു പോകരുത്. ആത്മദ്രോഹപരമായ ഒരു പ്രവൃത്തിയും നിങ്ങൾ ചെയ്തു പോകരുത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നത് ദാലിക ദീനുൽ ഖയ്യിം. അതാണ് മുഅ്മിനീങ്ങളെ, അതാണ് ദാസന്മാരെ ശരിയായ ദീൻ. അങ്ങനെ പരിഗണിക്കാൻ നമുക്കാവുന്നുണ്ടോ? വിലപ്പെട്ട സമയങ്ങളെ പരിഗണിച്ചുകൊണ്ട് ശരിയായ ദീനിൻ്റെ ഭാഗമാകാൻ നമുക്ക് പറ്റണുണ്ടോ? അത് വലിയ ദുരന്തമാണ്. ആ ദിവസങ്ങളിൽ നമ്മുടെ ആത്മദ്രോഹപരമായതൊന്നും നമ്മളിൽ നിന്ന് വന്നു പോകരുത്. അതുകൊണ്ടാണ് വലാ റഫത വലാ ഫുസൂഖ വലാ ജിദാല ഫിൽ ഹജ്ജ്. ഈ 3 പരിശീലന മാസങ്ങളിൽ ഹാജിയോട് പറഞ്ഞു, ഹജ്ജിൻ്റെ ദിവസങ്ങളിൽ മാത്രമല്ല, അവൻ തെറ്റൊന്നും ചെയ്യരുത്, അവൻ അശ്ലീലം പറയരുത്, അവൻ തർക്കത്തിൽ പോലും ഏർപ്പെടരുത്. ഇങ്ങനെ നമ്മളോടും പറഞ്ഞു, നല്ല എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ ഈ വിലപ്പെട്ട സമയത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കണം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. കൊച്ചു കാര്യങ്ങളെ പരിഗണിച്ചുകൊണ്ട് വിലപ്പെട്ട സമയങ്ങളെ അമൂല്യമാക്കണം. നമ്മൾ പലപ്പോഴും വലിയ കാര്യമേ പരിഗണിക്കാറുള്ളൂ. വലിയ കാര്യം പരിഗണിക്കുമ്പോൾ കൊച്ചു കാര്യം മറന്നുപോകും. കൊച്ചു കാര്യത്തിലാണ് വലിയ കാര്യത്തിൻ്റെ വിജയത്തിൻ്റെ ആധാരം കുടികൊള്ളുന്നത്. നിസ്കരിക്കാൻ വേണ്ടി വരും, പക്ഷെ നിസ്കാരത്തിൽ പുണ്യം എവിടെയാ? നിസ്കാരത്തിൽ സഫ് ശരിയാക്കല. നിസ്കാരത്തിലെ സഫ് ശരിയാക്കൂല. വലിയ കാര്യം ചെയ്യല്ലേ, ഇനി എന്തിനാ കൊച്ചു കാര്യം? ലാ തഹ്ഖിറന്ന ശൈഅൻ മിനൽ മഅറൂഫ്. നിങ്ങൾ നന്മകളിൽ ഒന്നിനെയും കൊച്ചാക്കരുതേ. ഒരു നന്മയും ചെറുതല്ല. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ. നരകത്തെ സൂക്ഷിച്ചോണേ, അതൊരു കാരക്കയുടെ കീറുകൊണ്ടാണെങ്കിലും. നോക്കൂ, കാരക്കയുടെ കീറിക്കൊടുത്തിട്ട് നരകത്തെ കാരക്കയുടെ ചെറിയ കർമ്മമാണ്, ഒരു ചെറിയ കർമ്മമാണ്. ആ ഒരു ചെറിയ കർമ്മമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതെന്നാണ്. ചെറിയ കർമ്മങ്ങളെ അവഗണിച്ച് വലിയ കർമ്മത്തിന് വരുന്നവൻ രക്ഷപ്പെടില്ല. നിസ്കരിക്കാൻ വരും, സഫ് ശരിയാക്കൂല, അവൻ്റെ നിസ്കാരം നന്നാകൂല. നിസ്കരിക്കാൻ വരും, നിസ്കാരത്തിന് നേരത്തെ എത്തി കാത്തിരിക്കൂല. ദാലിക്കും ഒരു റിബാത്ത്. അതാണ് യഥാർത്ഥത്തിൽ കാവൽപ്പുരയിലെ കാത്തിരിപ്പ്. യോദ്ധാവ് സൈന്യത്തെ കാത്ത് പോരാടാൻ വേണ്ടി ഒരു പോരാളി അതിർത്തിയിൽ കാത്തിരിക്കുന്നത് പോലെയാണ് ബാങ്ക് വിളിച്ചിട്ടൊരു സുന്നത്തിന് ശേഷം അടുത്ത നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ കാത്തിരിക്കുന്നത്. ചെറിയ കാര്യമാണ് നമുക്ക് ഓടി വന്ന് അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുന്ന വലിയ കാര്യം മാത്രമേ ഉള്ളൂ. സഫ് ശരിയാക്കണമെന്നില്ല നമുക്ക്. ചെറിയ കാര്യം പരിഗണിക്കാത്ത ഒരു വലിയ കാര്യവും അള്ളാഹുവിൻ്റെ അടുക്കൽ മഖബൂലാകൂല. അതുപോലെ തന്നെ നന്നായി വുളൂ ചെയ്യണം. ഫഅഹ്സന വുളൂഅ. നിസ്കാരത്തിന് വന്നാൽ കയ്യും കാലും കഴുകല,
അല്ല ഒളു എടുക്കലല്ല, നന്നായി ജാഗ്രതയോടെ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഹൃദയ സാന്നിധ്യത്തോടെ ഒളു ചെയ്യാറുണ്ടോ? ചെറിയ കാര്യം വലിയ കാര്യങ്ങളിലെ ചെറുതെല്ലാം അവഗണിക്കുന്നവരാണ് നമ്മൾ. നടന്ന് പള്ളിയിലേക്ക് പോകണമെന്ന് മുഹമ്മദ് മുസ്തഫ, വല്ല നിർവാഹം ഉണ്ടെങ്കിൽ നടന്നു പോകുമോ? നമ്മളിന്ന് പോകില്ലല്ലോ. ഇതൊക്കെ ചേരുമ്പോഴാണ് വലിയ കാര്യം വലുതാകുന്നത്, എല്ലാ ചെറുതും ചേരുമ്പോൾ. അതുകൊണ്ട് ചെറുതിനെ പരിഗണിക്കരുതേ, അവഗണിക്കരുതേ. അവഗണിച്ചാൽ നിങ്ങൾക്ക് നരകം വരാനിടയുണ്ട്. വലൗ ബിശിഖി തംറ. സഹോദരങ്ങളെ, ഹജ്ജിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് നല്ല ഹജ്ജ്? ഹാജിയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ഹജ്ജുൽ മബ്റൂർ, നന്മ നിറഞ്ഞ ഹജ്ജാണ്. മാ ബിറുൽ ഹജ്ജ്, ഹജ്ജിലെ നന്മയേതാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇത്ആമു തആം വഇഫ്ശാഉസ് സലാം. ആളുകൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഹജ്ജാണ്. തവാഫ് ഒത്തിരി ചെയ്യുന്ന ഹജ്ജാന്നല്ല, ഉംറ ധാരാളം ചെയ്ത ഹജ്ജാണെന്നല്ല, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഹറമിൽ അധികം ഇഅ്തികാഫ് ഇരുന്ന ഹജ്ജാണെന്നല്ല. നന്മ നിറഞ്ഞ ഹജ്ജെന്ന് പറഞ്ഞത് അവിടെ എത്തിച്ചേർന്ന മുഅ്മിനീങ്ങൾക്ക്, ഹാജിമാർക്ക് ഭക്ഷണം കൊടുത്തത്, ഏറ്റവും കൂടുതൽ ഭക്ഷണം കൊടുത്ത ഹജ്ജ. വൈഫുഷാഉസ് സലാം, ലോകത്തിൻ്റെ നാനാ കോണുകളിൽ നിന്ന് എല്ലാ ഉച്ചനീചത്വങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലോക മാനവികതയുടെ ആ ദിവ്യതലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തിയ ജനങ്ങളിൽ ഓരോരുത്തരെയും കണ്ട്, അവൻ അന്റാർട്ടിക്കിൽ നിന്ന് വന്നിട്ടുണ്ടാവാം, ആഫ്രിക്കയിൽ നിന്നുണ്ടാകാം, അറ്റ്ലാന്റിക്കിൽ നിന്നുണ്ടാവാം, അതുപോലെ തന്നെ പലയിടത്തു നിന്നും ഉണ്ടാവാം, അമേരിക്കയിൽ നിന്നുണ്ടാകാം. ഓരോ ഹാജിയോടും കണ്ട് നീ സലാം പറയുന്ന, സലാം പെരിപ്പിച്ച ഹജ്ജ്. ചെറിയ കാര്യം ഹജ്ജിലെ അതാണ്. പക്ഷേ ഈ ചെറിയ കാര്യമാണ് മബ്റൂറാക്കുന്നത് ഹജ്ജിനെ. വലിയ ഹജ്ജ് ചെയ്തേച്ച് വന്നവൻ ഒരു ഹാജിയുടെ ഗുണവും കൊണ്ടുവന്നെന്ന് വരില്ല, ഈ ചെറിയ കാര്യം അവഗണിച്ചാൽ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുകയാണ്, പരിശുദ്ധമായ ഉളഹിയത്തിൻ്റെ പിന്നിലും ഒരു വലിയ ചരിത്രമുണ്ട്. ഞാനതിപ്പോൾ ദീർഘിപ്പിക്കുന്നില്ല, കഴിഞ്ഞ ആഴ്ച സൂചിപ്പിച്ചുവല്ലോ. വലിയ ഒരു ചരിത്രമാണ് ഉളഹിയത്തിനെ, ഈ വിലപ്പെട്ട ദിനങ്ങളെ പുണ്യമാക്കി തീർത്തതെങ്കിൽ ആ ഉളഹിയത്തിലേക്ക് പോകുമ്പോഴും വെറുതെ പോയിട്ട് ഇറച്ചി കൊടുക്കല. ഇപ്പോൾ ഉളഹിയത്തിൽ പലപ്പോഴും 10,000, 11,000, 9,000 എന്നൊക്കെ പലയിടത്തും റേറ്റ് കൊണ്ടു. എന്നിട്ട് നമ്മൾ ഉരുവിനെ വാങ്ങിക്കുമ്പോൾ പലപ്പോഴും ചെറിയ കാര്യം ശ്രദ്ധിക്കാറില്ല. ഇറച്ചി കച്ചവടമായിട്ട് ചില ആളുകൾ കാണാറുണ്ട്. അങ്ങനെ കാണരുത്. അള്ളാഹുവിൻ്റെ പ്രീതിയാണ്. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. നിങ്ങൾ കൊടുത്ത ഇറച്ചിയൊന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല. എത്തുന്നത് നിങ്ങളുടെ ഉള്ളിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ്, തഖ്വയാണ്. അള്ളാഹ്ക്ക് വേണ്ടി ചെയ്തു, പടച്ചവൻ്റെ പ്രീതിക്ക് വേണ്ടി ഞങ്ങൾ ഇത്ര അറുത്തു എന്ന് നാളെ പറഞ്ഞു നടക്കരുത്. അതൊരു മഹത്വമായി, മികവായി ആരുടെ മുമ്പിലും വർണ്ണിക്കാനല്ല. പിന്നെയോ അതിലൂടെ പടച്ചവൻ്റെ പ്രീതി ലക്ഷ്യമാക്കിക്കൊണ്ട് ഓരോ ഹാജിയും ഇദാ ദഖലൽ അശ്ർ, 10 രാവ് കടന്നു വന്നാൽ ഹാജിയെപ്പോലെ അവൻ്റെ നഖം മുറിക്കരുത്, അവൻ്റെ മീശ വെട്ടരുത്, രോമങ്ങളിലൊന്നും തൊട്ടുപോകരുത്. അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ ഹാജി എത്ര കണ്ട് ശ്രദ്ധിച്ചാണോ ഹാജിയായി മാറുന്നത്. ഒരു ചെടി മുറിക്കരുത്, ഒരു മൃഗത്തെ വേട്ടയാടരുത്, ഒരു പ്രകൃതി വസ്തുവിനും ഒരു കൊച്ചു മൃഗത്തിനും ഒരു പേനിനെ പോലും കൊല്ലരുത്. കൊന്നാൽ ഫിദിയ കൊടുക്കണം. അത്രമാത്രം അവനിൽ നിന്ന്, ഒരു ഹാജിയിൽ നിന്ന്, പ്രകൃതിയിലെ ചെറുതും വലുതുമെല്ലാം സുരക്ഷിതമാകുന്ന, നന്മ നിറഞ്ഞ, സലാം ഒരുപാട് പറയുന്ന, ഭക്ഷണം ധാരാളം കൊടുക്കുന്ന ഹജ്ജ് ചെയ്ത് ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് സമ്പന്നമായ ഹജ്ജുമായി മടങ്ങി വരുന്ന ഹാജിക്ക് ഹജ്ജുള്ളൂ. പക്ഷെ അവിടെ നിന്ന് ചെന്നാൽ കാണുന്ന കാഴ്ച എന്താ? ഒരു ഹാജിയും ലക്ഷങ്ങൾ കുമിഞ്ഞുകൂടുന്നിടത്ത് അപരിചിതനായ ഒരാളുടെ മുഖത്ത് നോക്കി സലാം പറയുന്ന കാഴ്ച കാണുന്നില്ല. മഅദല്ലാഹ്, എവിടെ എത്തിപ്പോയി ഹജ്ജൊക്കെ? കാണാൻ കഴിയോ? ഹജ്ജിനും ഉംറയ്ക്കും പോയിട്ടുള്ളവരുണ്ടാവുമല്ലോ. അപരിചിതനായ ഏതെങ്കിലും ഒരാളുടെ അടുത്ത് തിരക്കിനിടയിൽ മുഖാമുഖം വരുന്നിടത്ത് സലാം പറയുന്ന എത്ര പേരുണ്ടാകും? ഇതെല്ലാം മറക്കുകയാണെന്ന് ലോക ഹാജിമാർ. അള്ളാഹു എല്ലാവർക്കും നല്ല ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കൊടുക്കട്ടെ. അതുകൊണ്ട് ചെറുതുകൾ നമ്മളോടൊപ്പമുണ്ട്. ഉൾഹിയത്തെന്ന വലുതിനു വേണ്ടി കാത്തിരിക്കുമ്പോൾ ഹാജിയോടൊപ്പം ചേർന്ന് നമ്മയും അള്ളാഹു ഹാജിയാക്കിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട ദിനരാത്രങ്ങളിൽ ആ നിമിഷങ്ങളുടെ വിലയറിഞ്ഞുകൊണ്ട് ഓരോ ചെറുതും പരിഗണിച്ചുകൊണ്ടുള്ള നമ്മുടെ യാത്രയാകണം. അതുകൊണ്ട് ഒരുവിനെ വാങ്ങിക്കും, 50 ഉരുവിനെ വാങ്ങിക്കും. ഒരാൾ 1000 കൊടുത്തു, ഒരാൾ 60,000-ൻ്റെ ഒരു, 70,000-ൻ്റെ ഒരു, 80,000-ൻ്റെ ഒരു ഒക്കെ വരും. ആ ഉരുവിനെ വിഭജിക്കണം, വേർതിരിക്കണം. എന്നിട്ട് 60,000-ൻ്റെ ഉരുവിൻ്റെ ആളുകൾ ആരാണെന്ന് കൃത്യമായൊക്കെ ബോധ്യപ്പെടണം. 70,000-ൻ്റെ ഉരു ആരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തണം. 80,000-ൻ്റെ ഉരു ഏതാണെന്ന് ബോധ്യപ്പെടുത്തണം. അധികം വന്നാൽ കൂടുതൽ വാങ്ങിക്കണം, ഇല്ല എങ്കിൽ തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ യഥാർത്ഥ ഉൾഹിയത്താകുള്ളൂ. പടച്ചവൻ പറഞ്ഞ പോലെ കൊച്ചു കാര്യങ്ങൾ പരിഗണിക്കുന്ന, അല്ലാതെ ഇറച്ചി കച്ചവടമാണെന്ന് വന്നാൽ, അല്ലെങ്കിൽ ഇറച്ചി വിതരണമാണ്, ഒരു സാമൂഹിക പ്രവർത്തനം അല്ല, അതിനപ്പുറത്താണ് ഇതിൻ്റെ ലക്ഷ്യം. അതുണ്ട്, അത് അള്ളാഹു അതിലെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനൊരു ഇഖ്ലാസിൻ്റെ പശ്ചാത്തലം ഉണ്ടായിരിക്കണം. ഇതിനൊരു ചരിത്രത്തിൻ്റെ പിൻബലമുണ്ട്. അള്ളാഹുവിന് വേണ്ടി എല്ലാം സമർപ്പിച്ച, ആരുടെയും അംഗീകാരത്തിന് വേണ്ടി അല്ലാതെ അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സർവവും സമർപ്പിച്ച ഒരു മഹാപുരുഷൻ്റെ
അവരുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ ഹാജറിൻ്റെ പ്രിയപ്പെട്ട മകൻ ദബീഹ് അറുത്തത് ഉരുവിനെയല്ല, പൊന്നുമോനെയാണ്. മുറിയാതിരുന്നത് അദ്ദേഹത്തിൻ്റെ കുഴപ്പമല്ല, അള്ളാഹു അനുവദിക്കാതിരുന്നത് കൊണ്ടാണ്. മകനെ അറുത്ത ബലിയായി നമ്മുടെ ഉളഹിയത്ത് പരിണമിക്കട്ടെ. അള്ളാഹു നമുക്ക് ഈ വിലപ്പെട്ട സമയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ അരുതാത്തതൊന്നും വന്നു പോകാതെ, ഹാജി എത്ര ജാഗ്രതയോടെ ആ നിമിഷങ്ങളിൽ ആ സ്ഥലങ്ങളിലൂടെ കഴിഞ്ഞുകൂടി ഹാജി നല്ലൊരു ഹാജിയായി മടങ്ങുന്നുവോ, അതുപോലെ അതിൻ്റെ മുഴുവൻ പുണ്യവും നേടി പരിശുദ്ധമായ പെരുന്നാൾ നമസ്കാരത്തിന് പോകുന്നവനെ ഹജ്ജ് ചെയ്തതിൻ്റെ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നത് അങ്ങനെയാണ്. ഓരോ ദിവസത്തെ നോമ്പിനും ഒരു വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം, അറഫയുടെ നോമ്പിന് 2 വർഷത്തെ നോമ്പിൻ്റെ പ്രതിഫലം. കാരണം 10ാമത്തെ ദിവസം നോമ്പില്ലല്ലോ, അതുകൊണ്ട് 10 ഹജ്ജിൻ്റെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത് അറഫയുടെ നോമ്പിന് 2 വർഷത്തെ പ്രതിഫലം വാഗ്ദാനം ചെയ്തുകൊണ്ടാണ്. എല്ലാ ദിവസത്തെ നോമ്പിനും പ്രതിഫലമാണ്. അങ്ങനെ നന്മ കൊണ്ട് സമ്പന്നമാക്കി അള്ളാഹുവിനോട് അടുക്കാൻ ഹാജിമാരെല്ലാം ലക്ഷോപലക്ഷങ്ങൾ അവിടെ മുഖരിതമാകുമ്പോൾ ഈ വിലപ്പെട്ട സമയങ്ങളെ എന്തിനാണ് അള്ളാഹു നമുക്ക് തന്നിരിക്കുന്നതെന്ന തിരിച്ചറിവോടുകൂടി പ്രയോജനപ്പെടുത്തുന്ന ഭാഗ്യശാലികളിൽ റബ്ബ് നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഉളഹിയത്തിൻ്റെ സർവീസ് ചാർജ് ഓഫീസിൽ എത്തിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഉളഹിയത്തിന് നമ്മൾ കൊടുത്തതിൽ നിന്ന് എടുക്കാൻ പറ്റില്ല, അതിൻ്റെ ചിലവ് വരുന്നത് നമ്മൾ വേറെ തന്നെ കൊടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജമാഅത്ത് കമ്മിറ്റി അത് പരിഗണിക്കുന്നുണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വെവ്വേറെ അത് വിഭജിച്ച് ഓരോരുത്തരുടെയും ഉരുവിൻ്റെ വിലയ്ക്കൊത്തതാണ് എന്നുറപ്പ് വരുത്തിയിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ. അല്ലാതെ എല്ലാം കൂടിയിട്ട് ഉരുവിനെ വാങ്ങിയിട്ട് എല്ലാവരുടെയും വിഹിതം തുല്യമാണെന്ന് കണക്കാക്കിയിട്ട് കാര്യമില്ല. കാരണം 80,000 രൂപയുടെ ഉരുവാങ്ങിയാൽ 10,000 രൂപ കൊടുത്ത 11,000 രൂപ കൊടുത്ത ഒരാൾക്ക് എത്രയാകും? 7 പങ്ക് ചേർന്നാൽ 77,000 ആകുകയുള്ളൂ. ആ അവന് ഹലാലാവുകയില്ല, അവൻ്റെ ഉളുഹിയ പൂർത്തിയാവുകയില്ല. ആ കാര്യം കർമ്മശാസ്ത്രപരമായ വളരെ ഖണ്ഡിതമായ നിയമമാണ്. അത് ശ്രദ്ധിക്കണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഉളുഹിയത്തിൻ്റെ ഇതൊക്കെയാണ് അള്ളാഹുവിൻ്റെ നിയമത്തെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയുള്ളവരാകാൻ നടത്തുന്ന ശ്രമത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് 3/6/2025 വരെയാണ് ഉളുഹിയത്തിൻ്റെ ഷെയർ സ്വീകരിക്കുക. കഴിയുന്ന എല്ലാവരും പങ്കുചേരുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതുപോലെ എടുക്കാനുള്ളവർ എത്രയും വേഗം ഓഫീസിലെത്തിക്കണം. സർവീസ് ചാർജ് കൊടുത്ത് ആ ഉത്തരവാദിത്വം, നമ്മുടെ ഉളുഹിയത്തിൻ്റെ ഉത്തരവാദിത്വം നാം തന്നെ ഏറ്റെടുത്തു എന്ന് ഉറപ്പാക്കണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്.